Hello everyone, welcome to the second episode of the series The Rise of a Wonder Woman. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം ഇൻഫർമേഷന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേറെ സോഴ്സസ് ഉണ്ട്. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും ആണെങ്കിലും ഒക്കെ ഒരുപാട് കുറേ അധികം എന്നെക്കാളൊക്കെ വിവരമുള്ള ആളുകൾ പറയുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ സംസാരിക്കുന്ന ഇതേ ടോപ്പിക്സിനെ കുറിച്ചിട്ട്. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസസ് ആണ്, എൻ്റെ ട്രാൻസിഷനാണ്. അതായത് ഞാൻ ഒരു സമയത്ത് വളരെയധികം ഒരു ലോ ലൈഫ് കണ്ടീഷനിലൂടെ കടന്നുപോയി. അതായത് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നുപോയി. അതിൽ നിന്ന് ഞാൻ ഒരു ബെറ്ററായി വന്നതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങളിലേക്ക് ഇൻഫർമേഷനായിട്ട് എത്തിക്കുക എന്നുള്ളതല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് ഇതേപോലൊരു ട്രാൻസിഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു മൊമെൻറ്റിൽ എങ്ങനെ ജീവിക്കാമെന്ന് പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ. ഇപ്പോൾ ഈവൻ സെലിബ്രിറ്റീസിൻ്റെ വ്ളോഗ്സ് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്കൊരു തോന്നൽ ഉണ്ടാവാറുണ്ട്, ഇവരൊക്കെ എന്ത് അടിപൊളി ലൈഫാണ് ജീവിക്കുന്നത്, ഇവർക്കൊക്കെ ഇഷ്ടം പോലെ പൈസയുണ്ട്, ഇഷ്ടം പോലെ യാത്രകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ ലൈഫിലൊക്കെ ഫുള്ള് സന്തോഷം മാത്രമേ ഉള്ളൂ, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെയുള്ളൊരു തോന്നൽ നമ്മളിൽ എല്ലാവർക്കും പലപ്പോഴും തോന്നാറുണ്ടല്ലേ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ ലൈഫിൽ മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഈസിയാണ്. കാരണം നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണോ മിസ്സിങ് അത് എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ട്. എനിക്ക് നല്ലൊരു വീടില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലിയില്ല, എനിക്ക് പൈസയില്ല, ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിലുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആലോചിക്കേണ്ടി വരും. കാരണം നമ്മൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ്, ഉള്ള നല്ല കാര്യങ്ങളെ നമ്മൾ നന്ദിയോടെ ഓർക്കുക എന്നുള്ള ഒരു കാര്യം, അത് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു കുഞ്ഞുണ്ടായ സമയത്ത് കുറേ നാളുകൾ ഞാനൊരു സോർട്ട് ഓഫ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. എൻ്റെ പാരൻസ് ആണെങ്കിലും ഇൻലോസ് ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ആളുകളാണ്. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് പലപ്പോഴും ഐ വാസ് ഫീലിംഗ് അൺസീൻ. അതായത് എൻ്റെ വിഷമങ്ങളൊന്നും ആർക്കും മനസ്സിലാവില്ല എന്നുള്ളൊക്കെയുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ ഒരു ഡെലിവറിക്കൊക്കെ ശേഷമുള്ള ഹോർമോണൽ ചേഞ്ചസോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസോ ഒക്കെ ആയിരിക്കാം ഇതിനൊക്കെ കാരണം. പക്ഷെ ഞാൻ വളരെയധികം ഒരു ലോ ലൈഫ് കണ്ടീഷനിലൂടെയായിരുന്നു അന്നേരം കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതുപോലെ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മെൻ്റലി ഭയങ്കര ലോ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫിലുള്ള നെഗറ്റീവ്സ് മാത്രമേ കാണാൻ പറ്റൂ, അല്ലെ അതേപോലെ നമ്മുടെ ചുറ്റിലുള്ള ആളുകളിലുള്ള നെഗറ്റീവ്സ് മാത്രമേ കാണാൻ പറ്റൂ നമ്മൾ ഭയങ്കര ലോ ആയിരിക്കുന്ന സമയത്ത്. അതായത് നമുക്ക് പോസിറ്റീവ് ഈ ഒരു ഫേസിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് ആവാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആ സമയത്ത് നമ്മുടെ ഫോക്കസ് മുഴുവൻ നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലാണെങ്കിൽ പോലും അവർ ചെയ്യാത്ത കാര്യങ്ങൾ, അതായത് അവർ ചെയ്യുന്ന 100 കാര്യങ്ങൾ നമ്മൾ കാണാതെ അവർ ചെയ്യാത്ത ഒരു കാര്യമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെയാണ് ആ സമയത്ത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയായിരിക്കും. പോസ്റ്റ്മോർട്ടം ഫേസിലൂടെ കടന്നു പോയിട്ടുള്ള സ്ത്രീകൾക്ക് കുറേ കൂടെ ഈസിലി അത് കണക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ഹസ്ബൻഡിന് പോലും ഈ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഈ ഒരു മെൻ്റൽ ക്രൈസിസ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എന്താ, മൈ ഹസ്ബൻഡ് ഈസ് നോട്ട് ഇമോഷണലി അവൈലബിൾ. എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് ഞാനും നഴ്സസും ഡോക്ടേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഹസ്ബൻഡും പിന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മറ്റ് റിലേറ്റീവ്സിനൊക്കെ ഉള്ളിൽ കിടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ടല്ലേ. എൻ്റെ ഹോസ്പിറ്റലിൽ അത് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ ഒരു ലേബർ റൂമിൽ. അപ്പോൾ ആ ഒരു 4-5 മണിക്കൂറുള്ള ആ ഒരു ലേബർ പെയിനും അതൊക്കെ എനിക്ക് ഭയങ്കര ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് അന്നത്തെ ദിവസം മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറേ നാളുകളോളം വീണ്ടും ഞാൻ ആ ഒരു ഡെലിവറിനെ കുറിച്ച് ആലോചിക്കുമ്പം ഞാൻ കരയും.
പിന്നെ ഞാൻ ഒറ്റക്കായി പോയല്ലോ. ഇത് ആലോചിക്കുമ്പോൾ എല്ലാം ഭയങ്കര വിഷമം വരും. അതായത് ഞാൻ ഒറ്റക്കായി പോയി, അത്രയും പെയിനുള്ളപ്പോൾ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തുണ്ടല്ലോ, ആ ലേബർ വാർഡിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ചിലപ്പോൾ നമ്മൾ അന്നേരം ഡോക്ടേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ അലോ ചെയ്യുമായിരുന്നു, കാരണം വേറെ ആരും അന്നേരം ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ കഴിഞ്ഞു പോയ കാര്യത്തിൽ തന്നെ അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എനിക്ക് അത്രയും പെയിൻഫുൾ ആയിരുന്നു ആ ഒരു ദിവസം. അപ്പോൾ പിന്നെയും അത് ആലോചിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ സമയത്തുണ്ടായിരുന്നുള്ള ഒരു പോസിറ്റീവ്സും അപ്പോൾ എൻ്റെ മൈൻഡിലോട്ടില്ല. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നോർമൽ ഡെലിവറി ഉണ്ടായി. പിന്നെ നമുക്ക് വേറെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യത്തോടും കൂടി ഡെലിവറി നടന്നു. കൂടെ നമ്മുടെ പാരൻസും ഇൻലോസും ഹസ്ബൻഡും എല്ലാം ഉണ്ടായി. ആ റൂമിൻ്റെ ഉള്ളിൽ ഉണ്ടായില്ല എന്നേ ഉള്ളൂ, പക്ഷെ പുറത്ത് ഇവരെല്ലാം ഉണ്ടായി. പക്ഷെ എന്താ, ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. എൻ്റെ മൈൻഡിൽ എനിക്ക് ഇല്ലാതിരുന്ന ഒരു പ്രശ്നം മാത്രമാണ് എൻ്റെ മൈൻഡിലുള്ളത്. ആ ഒരു അതിനെ കുറേയൊക്കെ ഈ സോഷ്യൽ മീഡിയയും കൂടെ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം ആ ഒരു സമയത്തായിരുന്നു സെലിബ്രിറ്റി പേളി മാണിയുടെ ഡെലിവറി ഏതാണ്ട് അതേ സമയത്തായിരുന്നു. അപ്പോൾ അവരുടെ വീഡിയോസ് കാണുമ്പം അവർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ഒത്തുകൊണ്ടുള്ള ഒരു ഡെലിവറി അവർക്കുണ്ടായി. അപ്പോൾ അവർക്കുണ്ടായി. പക്ഷെ ലൈക്ക് ഐ എം ഹാപ്പി ഫോർ ഹെർ. പക്ഷെ ഇതൊന്നും നമുക്കുണ്ടായില്ല എന്നുള്ളൊരു ഫീലിംഗ് ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ടല്ലോ. അതും കൂടിയാണ് നമ്മുടെ ഈ വിഷമങ്ങളൊക്കെ അതിൻ്റെ ഒരു കാഠിന്യം കൂട്ടുന്നത് കേട്ടോ. ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒരുപാട് ഇന്നത്തെ കാലത്ത് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഈ ഒരു മൈൻഡ് സെറ്റ് മാറാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് തുടങ്ങുന്ന സമയത്ത്, അതായത് എല്ലാ ദിവസവും നമ്മുടെ ലൈഫിലുള്ള ഒരു 10 നല്ല കാര്യങ്ങൾ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറയാം. അതാണ് നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. അത് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കാണാതെ പോയിട്ടുള്ള ഒരുപാട് ബ്ലെസ്സിങ്സ് നമ്മൾ കാണാൻ തുടങ്ങും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആവും എന്നുള്ളതല്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്ന ആ ഒരു ലെൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് മറ്റൊരു ലെൻസിലൂടെ കാണാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത കാര്യങ്ങൾ കാണാൻ തുടങ്ങും. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ കാണാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഡെയിലി എഴുതുന്ന ഒരു കാര്യമാണ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ചൈൽഡ്, ഫോർ മൈ ഫാമിലി, ഫോർ മൈ ഹസ്ബൻഡ്. ഇതൊക്കെ ഞാൻ എല്ലാ ദിവസവും എഴുതുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ മോളെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വരുന്നതൊക്കെ ക്യാബിലാണ്. അപ്പോൾ മോളെയും കൊണ്ട് ക്യാബിലൊക്കെ വരുന്ന സമയത്ത് ഈ ക്യാബ് ഡ്രൈവേഴ്സൊക്കെ അവരൊക്കെ സേഫായിട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എത്തിച്ചേരാൻ പറ്റുന്നത്. സോ ഐ റൈറ്റ് ദാറ്റ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ ക്യാബ് ഡ്രൈവേഴ്സ് ഫോർ ഡ്രൈവിംഗ് സേഫ്ലി. പിന്നെ എൻ്റെ വീട്ടിൽ ക്ലീനിങ്ങിനൊക്കെ മെയ്ഡ് വരാറുണ്ട്. സോ ഐ റൈറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദം. കാരണം അവർ ഇതൊക്കെ ചെയ്തു തരുന്നതുകൊണ്ട് എൻ്റെ ലൈഫ് കുറേ ഈസി ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണാൻ തുടങ്ങും. സോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിക്കുമ്പം എനിക്ക് ഭയങ്കര ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുമ്പം ഞാനത് വേറൊരു ലെൻസിലൂടെയാണ് ഞാനിപ്പോൾ കാണുന്നത്. കാരണം ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായത് കൊണ്ട് ഐ ബിക്കം സോ സ്ട്രോങ്ങർ. അതായത് ആ ഒരു ഇൻസിഡൻറ്റ് ആയിക്കൊള്ളട്ടെ, എൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ എന്നെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റി. ദർ ആർ ലോട്ട് ഓഫ് ഷിഫ്റ്റ്സ് ഇൻ മീ. എൻ്റെ ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, വ്യക്തികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. എനിക്കിപ്പോൾ ഒരു മനുഷ്യരോടും ദേഷ്യമില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഫേസിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ അമ്മേനെയൊക്കെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട്. അതായത് അവർ ഒരുപാട് സപ്പോർട്ട് എനിക്ക് വേണ്ടി ചെയ്തിട്ട് പോലും എൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് അതായതുകൊണ്ട് ചില വാക്കുകളിലൊക്കെ ഞാൻ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഹേർട്ട് ചെയ്തതെന്നറിയോ, ഐ വാസ് ഹേർട്ട് ഇൻസൈഡ് അല്ലേ. സോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പുറമെ ഭയങ്കര ദേഷ്യമായിട്ടൊക്കെയുള്ള കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ വേദനിപ്പിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അവർ ഉള്ളിൽ ഹേർട്ടായിരിക്കും, അവർ ഓൾറെഡി ഹേർട്ടായിരിക്കും. ഈ ഒരു തിരിച്ചറിവ് കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസസ് എന്നെ പഠിപ്പിച്ചുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മനുഷ്യരോടും ഒരു എമ്പതിയാണ് എനിക്കിപ്പം. ആ ഒരു മനുഷ്യൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും എങ്ങനെ പെരുമാറുന്ന ഒരാളാണെങ്കിലും ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കും, ഓക്കെ മേ ബി അവർ വളർന്നു വന്ന സിറ്റുവേഷനിൽ അവർ ഗോ ത്രൂ ചെയ്തിട്ടുള്ള പെയിനായിരിക്കും ചിലപ്പോൾ അവരെ ഇങ്ങനെ ആക്കി തീർത്തത്.
സോ ഐ എം എംപത്തറ്റിക് ടുവേർഡ്സ് എവറി ഹ്യൂമൻ. സോ അങ്ങനെ നോക്കുമ്പം ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദി ചാലഞ്ചസ് ഐ ഹാഡ് ഫേസ്ഡ് ഇൻ മൈ ലൈഫ്. അതായത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലത്തെ മോശം എക്സ്പീരിയൻസസും എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദോസ് ചാലഞ്ചസ് ഓൾസോ. ഞാൻ അതും റൈറ്റ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കും കേട്ടോ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഇത് തുടങ്ങുക. അതായത് എല്ലാ ദിവസവും ഒരു ബുക്കും പെന്നും എടുക്കുക. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 10 കാര്യങ്ങൾ എഴുതുക. അതായത് നിങ്ങൾക്ക് ദിവസവും സെയിം കാര്യങ്ങൾ തന്നെ എഴുതാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ചൈൽഡ്, അത് എല്ലാ ദിവസവും ഞാൻ എഴുതുന്ന കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് എഴുതാം. പിന്നെ ഓരോ ദിവസത്തെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ആൻഡ് എഴുതുന്ന സമയത്ത് ജസ്റ്റ് എഴുതാതെ ഫീൽ ഇറ്റ്, അതായത് നമ്മളത് ഫീൽ ചെയ്തുകൊണ്ട് എഴുതണം. എന്നാൽ മാത്രമേ ആ ഒരു ഷിഫ്റ്റ് നടക്കുള്ളൂ. ഓക്കെ, സോ ഇതെല്ലാവരും ചെയ്തു തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 days എഴുതുമ്പോഴത്തേക്ക് തന്നെ യു വിൽ ഫീൽ ദാറ്റ് ഷിഫ്റ്റ് ഇൻ യു. സോ നമ്മുടെ ഈ ഒരു റൈസ് ഓഫ് എ വണ്ടർ വുമൺ എന്ന് പറയുന്ന സീരീസ് ഉദ്ദേശിക്കുന്നതും നമ്മൾ മറ്റൊരാളാകുക എന്നുള്ളതല്ല. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് വേറൊരാളാകുക എന്നുള്ളതല്ല, നമ്മളെ തന്നെ റീഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെങ്ത്, ലവ്, പീസ്, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ കുറേ പുറമേയുള്ള വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ട് നമ്മൾ അതൊന്നും കണ്ടെത്താത്തതാണ് സ്വയം. അപ്പോൾ അത് നമ്മൾ സ്വയം കണ്ടെത്താനുള്ള ഓരോ പൊടിക്കൈകളാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലും പറയാൻ പോകുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ല. നിങ്ങൾ എന്താ പറയുക, ഈ ഒരു ആക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ യു ക്യാൻ ബിക്കം ദ വണ്ടർ വുമൺ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, അതായത് ഐ ചൂസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതുവരെ എല്ലാവർക്കും താങ്ക് യു.